നമസ്കാരം. ഗൾഫ് ടുഡേ ആരംഭിക്കുന്നു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെത്തി. വൈറ്റ് ഹൌസിൽ ഊഷ്മളമായ വരവേൽപ്പാണ് കിരീടാവകാശിക്ക് ലഭിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ആയുധ കരാർ ഉൾപ്പെടെ സുപ്രധാനമായ പല കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 7 വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക സന്ദർശിക്കുന്ന സൗദി കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന് ഹൃദ്യമായ വരവേൽപ്പാണ് വൈറ്റ് ഹൌസിൽ ലഭിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിരീടാവകാശിയെ സ്വീകരിച്ചു. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സൗദിയുടെയും അമേരിക്കയുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പല വിഷയങ്ങളും ചർച്ചയായി. പലസ്തീൻ പ്രശ്നപരിഹാരം, ഇറാനുമായുള്ള ബന്ധം, യമനിലെ പ്രതിസന്ധി തുടങ്ങിയവ ഇരുവരും ചർച്ച ചെയ്യും. F-5 യുദ്ധവിമാനങ്ങൾ സൗദിക്ക് കൈമാറുന്നതുൾപ്പെടെയുള്ള സുപ്രധാനമായ നിരവധി കരാറുകളിൽ ഒപ്പുവെക്കും. സൈനിക പരിശീലനം, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം, വ്യാപാര നിക്ഷേപ ബന്ധം, ഊർജ്ജം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്ന കരാറുകൾ ഒപ്പുവെക്കും. പ്രമുഖ US നിക്ഷേപകരുമായും ബിസിനസ് നേതാക്കളുമായും കിരീടാവകാശി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുന്നതായിരിക്കും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അമേരിക്കൻ സന്ദർശനം. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദി അറേബ്യയിൽ തൊഴിൽ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ട് പുതിയ പിഴകൾ നിലവിൽ വരുന്നു. തൊഴിൽ നിയമലംഘനങ്ങൾക്കുള്ള പിഴകളുടെ പട്ടിക പരിഷ്കരിച്ചതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ തൊഴിലാളികളെ അനുവദിക്കുന്ന സ്പോൺസർക്ക് 20,000 റിയാൽ വരെ പിഴ ചുമത്തും. തൊഴിലാളികൾ സ്വന്തം സ്പോൺസർക്ക് കീഴിൽ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ തൊഴിലാളികളെ അനുവദിക്കുന്ന സ്പോൺസർക്ക് 10,000 മുതൽ 20,000 വരെ റിയാൽ പിഴ ചുമത്തുമെന്ന് സൗദിയിലെ പുതിയ തൊഴിൽ നിയമം പറയുന്നു. ലൈസൻസ് ഇല്ലാതെ സൗദി പൗരന്മാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 2 ലക്ഷം റിയാൽ പിഴ ചുമത്തും. ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ്, ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ മറ്റു ലേബർ സർവീസുകളിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് 2 മുതൽ 2.5 ലക്ഷം വരെ റിയാലാണ് പിഴ. വനിതാ തൊഴിലാളികളുടെ പ്രസവാവധി വ്യവസ്ഥകൾ പാലിക്കാത്തത് ഗുരുതരമായ ലംഘനമായി കണക്കാക്കും. ഇതിനുള്ള പിഴ 1000 റിയാലാണ്. ജീവനക്കാരുടെ എണ്ണത്തിനനുസരിച്ച് പിഴ കൂടും. 50-ലധികം വനിതാ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ ഇവർക്ക് 6 വയസ്സിൽ താഴെയുള്ള 10 അതിലധികമോ കുട്ടികളുണ്ടെങ്കിൽ ശിശു സംരക്ഷണ സൗകര്യങ്ങൾ ഒരുക്കണം. ഇല്ലെങ്കിൽ 3000 റിയാൽ പിഴ ചുമത്തും. ജോലിസ്ഥലത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കാൻ സമിതി രൂപീകരിക്കുകയും 5 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി നടപടി ശുപാർശ ചെയ്യുകയും വേണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ 1000 മുതൽ 3000 റിയാൽ വരെയാണ് പിഴ. പൊതുജനാഭിപ്രായം കൂടി പരിഗണിച്ചാണ് മന്ത്രാലയം നിയമലംഘനങ്ങളുടെയും പിഴകളുടെയും പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചത്. തൊഴിൽ രംഗത്ത് കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ കുവൈറ്റ് ചാപ്റ്റർ 7ാം വാർഷികാഘോഷവും പ്രവാസി എക്സലൻസ് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. കുവൈറ്റ് സിറ്റിയിലെ കോസ്റ്റ ഡെൽസോൾ ഹോട്ടലിൽ നടന്ന പരിപാടി മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക കേരള സഭാ പ്രതിനിധിയും IACCK പ്രസിഡന്റുമായ ബാബു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ബ്ലസ്സി, കുവൈറ്റ് സ്പെഷ്യൽ ഒളിമ്പിക് ഡയറക്ടർ റിഹാബ് M. ബോറിസ്ലി തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണം നടത്തി. അഫ്സൽ ഖാൻ, അബ്ദുൾ അസീസ് മാട്ടുവയൽ, ചെറുവത്തേരി മാണി പ്രമോദ്, ഡോക്ടർ എബ്രഹാം തോമസ്, മഹസർ എ റഹീം എന്നിവരെ പ്രവാസി എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. കുവൈറ്റ് അഭിഭാഷകൻ ഡോക്ടർ തലാൽ താക്കി, ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുസോവ്ന സുജിത് നായർ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സ്തുത്യർഹ സേവനങ്ങൾ തുടരുന്ന ഡോക്ടർ ഷംഷീർ വാലിൽ നേതൃത്വം നൽകുന്ന സൗദി RPMനെ ജിദ്ദ കേരള പൗരാവലി ആദരിച്ചു. ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2.5 വർഷത്തോളം ചലനമറ്റ് കിടപ്പിലായിരുന്ന ഇന്ത്യക്കാരനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി സൗദി RPM എല്ലാ സഹായങ്ങളും നൽകിയിരുന്നു. 24 വാർത്തയെ തുടർന്നായിരുന്നു സൗദി RPMും പൗരാവലിയും ഈ വിഷയത്തിൽ ഇടപെട്ടത്. സൗദി RPM ജിദ്ദ ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജിദ്ദ കേരള പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി RPM ടെറിറ്ററി മാനേജർ അബ്ദു സുബ്ഹാന പുരസ്കാരം കൈമാറി. 24 പ്രതിനിധി ജലീൽ കണ്ണമംഗലം, പൗരാവലി ഭാരവാഹികളായ അലി തേക്കുത്തോട്, മൻസൂർ വയനാട്, ഷെരീഫ് അറയ്ക്കൽ, RPM പ്രതിനിധി വിജയ് മുസീഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കൈമാറ്റം സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കാതെ ഇന്ത്യ. കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടി രാഷ്ട്രീയ കാരണങ്ങളാലുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ബാധകമല്ല എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. വിധിക്ക് പിന്നാലെ അവാമി ലീഗ് പ്രവർത്തകർ ധാക്കയിൽ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങൾ ചുമത്തിയാണ് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്.
പിന്നാലെ ഹസീനയെ തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 2013 ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ഹസീനയെ തിരിച്ചയക്കാൻ ഇന്ത്യക്ക് നിയമപരമായ ബാധ്യതയില്ല. കാരണം ഉഭയകക്ഷി കുറ്റകൃത്യം പ്രകാരമേ ഒരു കൈമാറ്റ അപേക്ഷ ഇന്ത്യ അംഗീകരിക്കേണ്ടതുള്ളൂ. അതായത് ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം ഇരു രാജ്യങ്ങളിലെയും നിയമപ്രകാരം ശിക്ഷാർഹമായിരിക്കണം. കുറ്റം രാഷ്ട്രീയ സ്വഭാവമുള്ളതായി കണക്കാക്കുകയാണെങ്കിൽ കൈമാറ്റം നിഷേധിക്കപ്പെട്ടേക്കാമെന്നും ഉടമ്പടിയിലെ വ്യവസ്ഥയിലുണ്ട്. കൂടാതെ സദുദ്ദേശത്തോടെ എല്ലാ കൈമാറ്റത്തിനുള്ള അപേക്ഷ നൽകിയിട്ടുള്ളതെങ്കിൽ അത് നിഷേധിക്കാനുള്ള അധികാരവും ഇന്ത്യക്കുണ്ട്. ഹസീന 2024 ഓഗസ്റ്റ് മുതൽ ഇന്ത്യയിലാണ് കഴിയുന്നത്. ഉടമ്പടിയിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള കുറ്റകൃത്യത്തിന് കൈമാറാൻ പാടില്ലെന്ന് വ്യക്തമായി പറയുന്നതിനാൽ ഹസീനയുടെ കൈമാറ്റം സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്ത്യയുടെ രാഷ്ട്രീയ നിയമപരമായ നിലപാടുകളെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. അതിനിടെ അവാമി ലീഗ് പ്രവർത്തകർ ധാക്കയിൽ നടത്തിയ പ്രതിഷേധം സംഘർഷമായി. പലയിടത്തും അനുയായികളും പോലീസും ഏറ്റുമുട്ടി. 24 ഡൽഹി. കായംകുളം പ്രവാസി അസോസിയേഷൻ മുൻ ചെയർമാനായിരുന്ന സത്താർ കായംകുളത്തിന് 2ാം ചരമവാർഷികം ആചരിച്ചു. റിയാദ് ബത്തഹയിൽ നടന്ന പരിപാടി മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇസ്ഹാഖ് ലബ്ഷോർ അധ്യക്ഷനായി. വിദ്യാർത്ഥികൾക്കുള്ള സത്താർ കായംകുളം സ്കോളർഷിപ്പ് പദ്ധതി വ്യവസായി TM അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ഷിബു ഉസ്മാൻ സ്വാഗതവും KJ റഷീദ് നന്ദിയും പറഞ്ഞു. റിയാദിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുത്ത പരിപാടിക്ക് ഷബീർ വരിക്കപ്പള്ളി, ഷൈജു നമ്പലശ്ശേരി, കബീർ മജീദ്, PK ഷാജി, രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. സൗദിയിലെ ഖസീമിൽ നൈറ്റ് ഡബിൾ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 2ാം ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. 2 ആഴ്ചയായി ബുറൈദയിൽ നടന്ന മത്സരങ്ങളിൽ ഖസീമിലെ 8 ടീമുകൾ പങ്കെടുത്തു. ഫൈനലിൽ ടീം ബറ്റാലിയൻ ജേതാക്കളായി. ടൈറ്റൻ ബുറൈദക്കാണ് 2ാം സ്ഥാനം. സമാപന ചടങ്ങ് നവാസ് പള്ളിമുക്ക് ഉദ്ഘാടനം ചെയ്തു. അബ്ദു കേച്ചേരി, അൻസാർ തോപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ചാവേർ ആക്രമണത്തെ ന്യായീകരിക്കുന്ന ഡൽഹി സ്ഫോടന കേസ് മുഖ്യപ്രതി ഡോക്ടർ ഉമർ നബിയുടെ വീഡിയോ പുറത്ത്. ഉമർ നബിയുടെ ഫോണിൽ നിന്നാണ് ഈ വീഡിയോ ലഭിച്ചത്. കേസിൽ അറസ്റ്റിലായ ഡാനിഷിനെ പട്ടില ഹൌസ് കോടതി 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽഫല സർവകലാശാല ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധനകൾ തുടരുകയാണ്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം ചാവേർ ആക്രമണം നടത്തുന്നതിന് മുമ്പായി ഡോക്ടർ ഉമർ നബി ചിത്രീകരിച്ച 1 മിനിറ്റ് 21 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് പുറത്തു വന്നത്. One of the very misunderstood concept of what has been labeled as suicide bombing. It is martyrdom operations, and it is being known in Islam. There are multiple contraindications, there are multiple arguments that have been brought against it. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പ്രത്യേക സമയത്ത് മരിക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തി പോകുന്നതിനെയാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നതെന്ന് ഉമർ ന്യായീകരിക്കുന്നു. ഉമറിന്റെ ഫോണിൽ നിന്നും കണ്ടെടുത്ത വീഡിയോ കൂടുതൽ പേരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതായി ഏജൻസികൾ സംശയിക്കുന്നു. ഹമാസ് മാതൃകയിലുള്ള ഡ്രോൺ ആക്രമണം ലക്ഷ്യം വെച്ച് ഡ്രോണുകളും ചെറിയ റോക്കറ്റുകളും നിർമ്മിക്കാൻ വൈറ്റ് കോളർ സംഘം ഗൂഢാലോചന നടത്തിയതായി കണ്ടെത്തി. ഡ്രോൺ നിർമ്മാണം നടത്തിയ ഡാനിഷ് എന്ന ജസീർ ബിലാൽ വാനിയെ NIA കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഡാനിഷ് അറസ്റ്റിലായതിനു പിന്നാലെ പിതാവ് ബിലാൽ അഹമ്മദ് വാനി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ കേന്ദ്രമായ അൽ ഫലാഹ് സർവകലാശാലയുമായി ബന്ധമുള്ള 25 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തി. 24 ഡൽഹി. അതിനിടെ അൽഫല ഗ്രൂപ്പ് ചെയർമാൻ അറസ്റ്റിലായി. ജവാദ് അഹമ്മദ് സിദ്ദീഖിയെയാണ് കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. വിവിധയിടങ്ങളിൽ നടന്ന റെയ്ഡിന്റെ തുടർച്ചയായാണ് അറസ്റ്റ്. ഓസ്ട്രേലിയയിലെ മെൽബൺ സെയിന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. മെൽബൺ മേഖല സെയിന്റ് ഡാനിഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിന്റെയും സെയിന്റ് ജോസഫ്സ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിന്റെയും സംയുക്ത സമ്മേളനവും യൂണിറ്റ് ഉദ്ഘാടനവും ഡോക്ടർ യുഹനോൻ മാർ ക്രിസോസ്റ്റോമസ് നിർവഹിച്ചു. ദേവാലയ കുദാശയുടെ 10ാം വാർഷികാഘോഷവും ഇടവകയുടെ ലോക്കൽ ചാരിറ്റി തുക വിതരണവും നടന്നു. വികാരി ഫാദർ ലിനു ലൂക്കോസ്, ഫാദർ ഫെർഡിനാൻഡ് പത്രോസ്, ട്രസ്റ്റി ലെജി ജോർജ്, സെക്രട്ടറി ജിബിൻ മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അറബ്കാൽ കമ്പനിയുടെ സേവനം സൗദിയിലേക്കും വ്യാപിപ്പിക്കുന്നു. അറബ്കാലിന്റെ ബ്രാഞ്ച് സൗദി അറേബ്യയിലെ ജുബൈലിൽ പ്രവർത്തനം തുടങ്ങി.
30 വർഷത്തിലേറെയായി ഏവിയേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത് കെയർ, ഡിഫൻസ്, പവർ എന്നീ മേഖലകളിൽ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന സേവനമാണ് കമ്പനി ചെയ്തുവരുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി കമ്പനികൾ അറബ് കാളിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത്യാധുനിക സാങ്കേതികവിദ്യ, അന്തർദേശീയ നിലവാരം, പരിചയസമ്പന്നരായ ജീവനക്കാർ തുടങ്ങിയവയാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകത. ലുലുവിന്റെ വാല്യൂ ഷോപ്പിംഗ് കോൺസെപ്റ്റ്സായ ലോട്ട് സ്റ്റോർ ജിദ്ദയിലും പ്രവർത്തനം തുടങ്ങി. അൽ റവാബിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ജിദ്ദയിലെ ആദ്യത്തെ ലോട്ട് സ്റ്റോർ പ്രവർത്തനം തുടങ്ങിയത്. കുറഞ്ഞ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ലോട്ട് സ്റ്റോറിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടുതൽ ഉൽപ്പന്നങ്ങൾക്കും 22 റിയാലിൽ താഴെ മാത്രമാണ് വില. 38,000 സ്ക്വയർ ഫീറ്റിലുള്ള ലോട്ട് സ്റ്റോറിൽ വീട്ടുപകരണങ്ങൾ, കിച്ചൺ വെയർ, ഫാഷൻ ഉൽപ്പന്നങ്ങൾ, ബ്യൂട്ടി പ്രോഡക്ട്സ് അടക്കം വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഹഫർ, അൽ ബത്തീൻ, അൽ അഹ്സ, സെയ്ഹത്ത്, മലാസ്, റുസൈഫ എന്നിവിടങ്ങളിൽ ലുലു ലോട്ട് സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 16-കാരനെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചു എന്ന പരാതിയിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ UAPA ചുമത്തി കേസ്. വെമ്പായം സ്വദേശിയായ രണ്ടാനച്ഛൻ UK-യിൽ വെച്ച് വീഡിയോ കാട്ടി കുട്ടിയെ പ്രേരിപ്പിച്ചു എന്നാണ് പോലീസ് കേസ്. സംഭവത്തിൽ NIA-യും വിവരശേഖരണം തുടങ്ങി. 24 എക്സ്ക്ലൂസീവ്. ഗൗരവ സ്വഭാവത്തിൽ അതീവ രഹസ്യമായിട്ടാണ് പോലീസ് കേസിന്റെ അന്വേഷണം നടത്തുന്നത്. വെമ്പായം സ്വദേശിയായ യുവാവ്, മതപരിവർത്തനം നടത്തിയ പത്തനംതിട്ട സ്വദേശിയായ യുവതി എന്നിവർക്കെതിരെയാണ് UAPA ചുമത്തി കേസെടുത്തത്. ഇരുവരും UK-യിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടെ യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ UK-യിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ISIS-ൽ ചേരാൻ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ്. കുട്ടി UK-യിലെത്തിയപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചു. പിന്നീട് കുട്ടിയെ തിരികെ നാട്ടിലെത്തിച്ച ശേഷം ആറ്റിങ്ങലിലുള്ള മദ്രസയിലാക്കി. കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് മതപഠനശാല അധികൃതർ കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ വിവരമറിയിച്ചു. ഇതോടെ കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ UAPA ചുമത്തി കേസ് അന്വേഷിച്ചു വരികയാണ്. സംഭവത്തിൽ NIA-യും വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമലയിലെ വൻ തിരക്കിൽ വലഞ്ഞ തീർത്ഥാടകർ. 15 മണിക്കൂറിലധികമാണ് കുടിവെള്ളവും ഭക്ഷണവുമില്ലാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ക്യൂവിൽ നിന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. നിരക്കിൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലകാലത്ത് ദർശനത്തിന് പ്രതിദിനം ഹൈക്കോടതി അനുവദിച്ചത് 90,000 തീർത്ഥാടകരെ. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്തെത്തിയത് 2.5 ലക്ഷത്തിലേറെ പേർ. ഇതോടെ നിയന്ത്രണങ്ങൾ പാളി. ഒരു പോലീസുകാർ കൺട്രോൾ ചെയ്യാനില്ല. ഞങ്ങൾ ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത്. എത്ര ആളെ മരിക്കാന്നും കൂടി അറിയില്ല. ആ കണ്ടീഷനിലാണ് 3 മണിക്കൂർ. അതായത് സാധാരണ രീതിയിൽ ഒരു വെർച്വൽ ക്യൂ ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് നല്ലപോലെ പൊക്കൊണ്ടിരുന്നത് ഈ വെർച്വൽ ക്യൂ കാരണം 3 മണിക്കൂർ പമ്പയിൽ മാത്രം. മരക്കൂട്ടത്ത് ക്യൂ നിന്നത് 15 മുതൽ 20 മണിക്കൂർ വരെ. വെള്ളവും ഭക്ഷണവുമില്ലാതെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വലഞ്ഞു. 11 മണിക്ക് ഞങ്ങൾ കയറിയതാണ്. ഇവരുടെ കൺട്രോൾ ചെയ്യാൻ ഒരു പോലീസ് ഓഫീസേഴ്സ് അവിടെ ഉണ്ടായിട്ടേ ഇല്ല. സ്പോട്ട് ബുക്കിംഗ് വഴി പ്രതിദിനം 20,000 തീർത്ഥാടകർക്ക് ദർശനം അനുവദിച്ചിരുന്നു. എന്നാൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പാളിയതോടെയാണ് അനിയന്ത്രിതമായി ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയത്. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്. അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. സുരക്ഷയ്ക്കായി നിലവിൽ ആവശ്യത്തിന് പോലീസുകാർ ഉണ്ടെന്നും കേന്ദ്രസേന ഉടൻ എത്തുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ. ആവശ്യമുള്ള പോലീസ് നമുക്ക് അവിടെ ഉണ്ട്. അവിടെ ആവശ്യമുള്ള പോലീസ് നമുക്കുണ്ട്. നമ്മുടെ സ്കീം പ്രകാരമാണ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ RAF-ഉം പിന്നെ NDRF കൂടെ അവർ എത്രയും പെട്ടെന്ന് വരും അവിടത്തേക്ക്. അതേസമയം ദർശനത്തിനായി ഡിസംബർ 10 വരെ ഇനി ഓൺലൈൻ ബുക്കിങ്ങിന് ഒഴിവില്ല. എല്ലാ ദിവസവും തീർത്ഥാടകരുടെ 70,000 എന്ന പരമാവധി സംഖ്യ എത്തി. മണ്ഡലപൂജാ ദിനമായ ഡിസംബർ 27-നും തലേ ദിവസവും ബുക്കിംഗ് അനുവദിച്ചു തുടങ്ങിയിട്ടില്ല. 24 സന്നിധാനം. മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ തുടക്കത്തിൽ തന്നെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം താളം തെറ്റി. യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതും തിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്രസേന എത്താത്തതുമാണ് സർക്കാരിന് തിരിച്ചടിയായത്. ശബരിമലയിലെ ഒരുക്കങ്ങളിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ശബരിമല മണ്ഡല മകരവിളക്കൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാൻ ദേവസ്വം മന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി അനുമതി നൽകിയിരുന്നില്ല. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് NDRF, RAF സേനകളെ സുരക്ഷയ്ക്കായി ഇത്തവണ നിയോഗിക്കാത്തതും തിരിച്ചടിയായി. അതേസമയം
വൻ തിരക്കിന് പിന്നാലെ NDRF സംഘം നാളെ ശബരിമലയിലെത്തും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമല്ല കാരണമെന്നും ശബരിമലയിൽ സർക്കാരിന്റെ നിരുത്തരവാദമായ സമീപനമെന്നും KC വേണുഗോപാൽ MP. ഇത് പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെന്റ് നിരുത്തരവാദത്തിലുള്ള സമീപനം കൊണ്ടുണ്ടായതാണ്. ഇലക്ഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം കെടുകാര്യസ്ഥതയും അതല്ലെങ്കിൽ സ്വന്തക്കാരുടെ അഴിമതി മറച്ചുവെക്കാനുള്ള വ്യഗ്രതയും മൂലം ഉണ്ടാക്കിയിട്ടുള്ള പിടിപ്പുകേടാണ്. ശബരിമലയിൽ കുടിവെള്ളം പോലും കിട്ടാനില്ലെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കൊച്ചുകുട്ടികളും പ്രായമായവരുമെല്ലാം കുടിവെള്ളം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പമ്പയിലും സന്നിധാനത്തും ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. 24 ശബരിമല. കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിന് തിരിച്ചടി. 2020 വിനുവിന് വോട്ടില്ലായിരുന്നുവെന്നാണ് കോർപ്പറേഷൻ EROയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഇതോടെ പകരക്കാരനെ കണ്ടെത്താൻ കോൺഗ്രസ് ശ്രമം തുടങ്ങി. അതേസമയം വോട്ടവകാശം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് VM വിനു ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. പുതുക്കിയ വോട്ടർ പട്ടിക ഇന്നലെ പുറത്തു വന്നപ്പോഴാണ് VM വിനുവിന് വോട്ടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ താൻ വോട്ട് രേഖപ്പെടുത്തിയെന്നായിരുന്നു VM വിനുവിന്റെ വാദം. ഈ ജനാധിപത്യ രാജ്യത്ത് എൻ്റെ വോട്ട് നിഷേധിക്കാനുള്ള അവകാശം ആർക്കുമില്ല. ഇത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമല്ല, പരാജയപ്പെടുത്താനുള്ള അവരുടെ തന്ത്രമാണ്. ഇതിന് പിന്നാലെയാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനു താമസിക്കുന്ന മലാപ്പറമ്പ് ഡിവിഷനിൽ വോട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വോട്ടർ പട്ടിക പുറത്തായത്. പട്ടിക വിശദമായി പരിശോധിക്കുകയാണെന്നും വോട്ടില്ലായിരുന്നുവെന്നും ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറും കണ്ടെത്തിയിട്ടുണ്ട്. CPIMനെതിരെ ആരോപണമുയർത്തുമ്പോഴും വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുകയാണ് DCC. ഇത്തവണ കോർപ്പറേഷൻ നഷ്ടപ്പെടുമെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നതാണ് CPM തന്നെയാണ്. അപ്പോൾ ആ CPMന് കോർപ്പറേഷൻ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയാണ് വോട്ടർ പട്ടികയിൽ നടന്ന വ്യാപകമായ കൃത്രിമങ്ങൾ. അതിലെ പ്രത്യക്ഷ ഉദാഹരണമാണ് VM വിനുവിന്റെ വോട്ട് തള്ളിയത്. വിനുവിന് പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. വിനുവിനെ അവഹേളിക്കാൻ കരുതിക്കൂട്ടി കോൺഗ്രസ് നടത്തുന്ന നാടകമെന്ന് CPIM പ്രതികരണം. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ അവഹേളിക്കലാണ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത്. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം ഇദ്ദേഹത്തെ പടുകുഴിയിലേക്ക് നയിച്ചു, വളരെ അവഹേളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ അദ്ദേഹം കോൺഗ്രസിനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടതാണ്. വോട്ട് നീക്കിയ നടപടി ചോദ്യം ചെയ്ത് കോർപ്പറേഷൻ ഓഫീസിൽ നേരിട്ടെത്തിയാണ് VM വിനു പരാതി നൽകിയത്. 24 കോഴിക്കോട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ അന്തിമ തീരുമാനം നാളെ. ഇന്ന് വൈഷ്ണ സുരേഷിന്റെയും പരാതിക്കാരൻ ധനേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെയും ഹിയറിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും വൈഷ്ണ സുരേഷ് പറഞ്ഞു. മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ തീരുമാനം കൈക്കൊള്ളാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച ഹിയറിംഗ് നീണ്ടത് 2.25 മണിക്കൂർ. പരാതിക്കാരൻ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാർ, നഗരസഭാ ഉദ്യോഗസ്ഥരടക്കം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഹിയറിംഗിന് ഹാജരായി. ഇരു കൂട്ടരുടെയും വാദങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി കേട്ടു, രേഖകൾ പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസമെന്ന് വൈഷ്ണ സുരേഷ്. നാളെ 12 മണിയോടുകൂടി അറിയിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. നിയമത്തിൽ വിശ്വാസമുണ്ട്, നീതിന്യായം നടപ്പിലാക്കുന്നു തന്നെയാണ് ശുഭപ്രതീക്ഷ. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം വെച്ച് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. വൈഷ്ണ 7 വർഷം മുമ്പ് മുട്ടടയിൽ നിന്ന് താമസം മാറിപ്പോയതാണ്. പാസ്പോർട്ട് അടക്കം എല്ലാ തിരിച്ചറിയൽ രേഖകളും പഴയ മേൽവിലാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പരാതിക്കാരനായ CPIM പ്രാദേശിക നേതാവ് ധനേഷ് കുമാർ. ഞാൻ കൊടുത്ത പരാതിയിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഈ പ്രദേശത്ത് താമസമില്ലാത്ത ആള് പഴയ TC നമ്പറിന്റെ പേര് പറഞ്ഞാണ് എല്ലാ റെക്കോർഡുകളും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് ഇവിടെ താമസമില്ലാത്ത ആള് വോട്ട് ചേർക്കാൻ വേണ്ടി ഇവിടെ കള്ളവോട്ട് ചേർത്തതിനെതിരായിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. വൈഷ്ണ സുരേഷ് നൽകിയ ഹർജിയിൽ ഇരു കക്ഷികളെയും കേട്ടതിനു ശേഷം ബുധനാഴ്ചയ്ക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം അറിയിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. 24 തിരുവനന്തപുരം. കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ വിവാദ വ്യവസായി കറാട്ട് ഫൈസൽ LDF സ്ഥാനാർത്ഥി. നഗരസഭ 24-ാം ഡിവിഷനിൽ നാഷണൽ ലീഗ് പ്രതിനിധിയായാണ് സ്ഥാനാർത്ഥിത്വം. കൊടുവള്ളി LDF കൺവെൻഷനിൽ PT റഹീം MLA ആണ് പ്രഖ്യാപനം നടത്തിയത്. 2020 തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഫൈസലിനെ ഒഴിവാക്കിയിരുന്നു. കറാട്ട് ഫൈസൽ സ്വതന്ത്രനായി അന്ന് മത്സരിച്ച് ജയിച്ചു. അന്നത്തെ LDF സ്ഥാനാർത്ഥി OP റഷീദ് തോറ്റു. തുടർന്ന് ബ്രാഞ്ച് കമ്മിറ്റി പിരിച്ചുവിട്ട് പാർട്ടി നടപടിയെടുത്തിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.